നടക്കില്ല. അളിയനെ ചതിക്കാൻ ഞാൻ കൂട്ട് നിൽക്കില്ല. ഏട്ടന്റെ മനസ്സിലിരിപ്പ് ഒന്നും നടക്കാൻ പോകുന്നില്ല. എനിക്ക് ഏട്ടന്റെ കടയും വേണ്ട, ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അച്യുതനെ എതിർത്ത് ധർമ്മൻ സുകന്യയും വിളിച്ചുകൊണ്ട് ദേവമംഗലത്തേക്ക് തിരിച്ചു വന്നാൽ എങ്ങനെയിരിക്കും? ശരിക്കുള്ള കഥയിൽ ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇതൊരു പ്രഡിക്ഷൻ വീഡിയോ മാത്രമാണ്. അപ്പൊ രാവിലെ തന്നെ ബാലനും ആനന്ദും ആകാശും ഗോമതി സ്റ്റോറിലേക്ക് ഇറങ്ങുകയാണ്. ഗോമതിയുടെ കയ്യിൽ നിന്ന് താക്കോലും ബാഗും ഒക്കെ വാങ്ങിച്ചതിന് ശേഷം ഇവരിറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം അവിടെ കൃഷ്ണമംഗലത്ത് കട ഉദ്ഘാടനത്തിന് പോകാനായിട്ട് എല്ലാവരും ഉത്സാഹത്തോടു കൂടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അലോകും അച്യുതനും മാത്രം കട ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് നേരത്തെ ഇറങ്ങി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവർ പോയതിന് ശേഷം അമ്മയും സുകന്യയും ധർമ്മനൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ധർമ്മനാണെങ്കിൽ ആകപ്പാടെ ഒരു ടെൻഷനാണ്. അച്യുതന്റെ കാര്യം ആയതുകൊണ്ടാണ് ധർമ്മൻ ഇത്രയും ടെൻഷൻ. കാരണം അച്യുതൻ എപ്പോഴാ എന്താ എങ്ങനെ ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇതിപ്പോ കടയിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചിട്ട് എത്ര ചോദിച്ചിട്ട് പറഞ്ഞിട്ടുമില്ല. അപ്പൊ ഇതൊക്കെ മറച്ചു വെക്കുന്നതിന്റെ പിന്നിൽ എന്തോ ഒരു അപകടം ഒളിഞ്ഞിരിക്കുന്നത് പോലെ, ഇതിലേക്ക് എന്തൊക്കെയോ ഒരു ചതി ഉള്ളത് പോലെയൊക്കെ ഒരു തോന്നലും ആകെ ഒരു ടെൻഷനാണ് ധർമ്മന്. സുകന്യക്കാണെങ്കിൽ സന്തോഷം കൊണ്ടിരിക്കാനും വയ്യ. ഒന്ന് വേഗം റെഡിയാവ് ധർമ്മേട്ടാ, ദേ ആ ഡ്രസ്സ് ഇട്ടാൽ മതി, ഈ വാച്ചിട്, ഇന്ന് മുതൽ നമ്മൾ ബിസിനസ്സുകാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധർമ്മൻ ഇങ്ങനെ ഒരു ടെൻഷനിൽ ഇരിക്കുന്നത് കണ്ടിട്ട് അമ്മ വന്ന് ചോദിക്കുകയാണ്, എന്ത് പറ്റി മോനെ, ഇത്രയും നല്ലൊരു ദിവസമായിട്ട് നിന്റെ മുഖത്ത് ഒരു ചിരിയുമില്ല, സന്തോഷമില്ല, എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തോ ഒരു തെറ്റ് ചെയ്യാൻ പോകുന്നത് പോലെ ഒരു തോന്നലാണ് അമ്മേ എന്ന് ധർമ്മൻ പറയുമ്പോൾ അമ്മ പറയാണ്, മോന്റെ ഈ പ്രശ്നത്തിന് കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയും കാലം ഗോമതി സ്റ്റോറിൽ ജോലി ചെയ്തിട്ട് ബാലന്റെ കയ്യിൽ നിന്ന് തൊഴിൽ പഠിച്ചിട്ട് ഇപ്പൊ നീ സ്വന്തമായിട്ട് ഒരു തൊഴിൽ തുടങ്ങുമ്പോൾ ബാലനോടോ ഗോമതിയോടോ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോ ഇതൊക്കെ അറിയുമ്പോൾ അവരെന്ത് കരുതും എന്നുള്ള പേടിയാണ് നിനക്ക്. നീ ഒരു കാര്യം ചെയ്യേ, ഇപ്പോ ഇവിടെ അച്യുതൻ ഇല്ലല്ലോ, ഇപ്പൊ തന്നെ നീ ദേവമംഗലത്ത് പോയി അവരോട് കാര്യം പറയേ, അപ്പൊ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരും എന്നൊക്കെ അമ്മ പറയുന്നത് കൊണ്ട് ധർമ്മൻ വേഗം ദേവമംഗലത്തേക്ക് പോവാണ് കേട്ടോ. അവിടെ പോയി നോക്കുമ്പോൾ ബാലനും ആനന്ദും ആകാശൊക്കെ കടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഗോമതി മാത്രമാണ് ഉള്ളത്. അപ്പൊ ധർമ്മൻ അവിടെ പോയി നിൽക്കുമ്പോൾ ഗോമതിക്ക് ധർമ്മനെ കണ്ട ഉടനെ നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. മോനെ ധർമ്മ എന്ന് പറഞ്ഞ് ഓടി വരുന്നുണ്ട്. അളിയനോടും ചേച്ചിയോടും നീ ക്ഷമിക്കടാ എന്നൊക്കെ ഗോമതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ വേറൊരു കാര്യം പറയാനാ ചേച്ചി ഇവിടെ വന്നത്. അളിയനില്ലേ കടയിലേക്ക് ഇറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ, ആ ബാലേട്ടനും ആനന്ദും ആകാശം ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയുള്ളൂ, നീ അറിഞ്ഞില്ലേ, ആനന്ദിന്റെ ജോലി ഉപേക്ഷിച്ചു, ഇപ്പോൾ അച്ഛനെ സഹായിക്കാൻ ഗോമതി സ്റ്റോറിലാണ് എന്ന് പറയുമ്പോൾ, ആ അതെന്തായാലും നന്നായി, ഞാനും ഇല്ല ദേവിയും ഇല്ല, അളിയന് ഒരാളുടെ സഹായത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ധർമ്മൻ പറയാണ്. അങ്ങനെ ഇപ്പോഴെങ്കിലും നിനക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ, എനിക്ക് സന്തോഷമായി മോനെ, നീ അകത്ത് കയറിയിരിക്കെ എന്നൊക്കെ ഗോമതി പറയുമ്പോൾ ധർമ്മൻ പറയാണ്, ഞാൻ വേറൊരു കാര്യം പറയാനാ വന്നത്. അച്യുതേട്ടൻ എനിക്കായിട്ട് ഒരു കട തുടങ്ങി, അതിന്റെ ഉദ്ഘാടനമാണ് ഇന്ന്. ഇപ്പൊ ഞങ്ങളെല്ലാവരും ഇറങ്ങാൻ നിൽക്കുകയാണ്. ചേച്ചി പറ്റിയ ആര്യനെയും കൂട്ടി അങ്ങോട്ട് വരണം. കട എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. അവിടെ എത്തിയതിനു ശേഷം ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാം, അപ്പൊ നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി. അത് പറയാനാ ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ ഗോമതിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. നീ സ്വന്തമായിട്ട് കട തുടങ്ങാൻ പോവാണെന്നോ, ചേച്ചിക്ക് സന്തോഷമായിടാ, നീ ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്തും, നീ നന്നായി വരും, ചേച്ചിയുടെ അനുഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ധർമ്മൻ പറയാണ്, ശരി അത് പറയാനാ ഞാൻ വന്നത്, ചേച്ചി പറ്റി അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് ധർമ്മൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഗോമതി ഇങ്ങനെ ധർമ്മനെ നോക്കുകയാണ്, കണ്ണീരോട് കൂടിയും ഒരു സന്തോഷത്തോടു കൂടിയൊക്കെ അങ്ങനെ നോക്കുകയാണ്. അത് കഴിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ബാലനെ വിളിച്ചു നോക്കുന്നുണ്ട്. ബാലൻ ഫോൺ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതേ സമയം ഗോമതി സ്റ്റോറിൽ എത്തി കടയൊക്കെ തുറന്നതിന് ശേഷം ആകാശ് അച്ഛനോട് വന്ന് പറയാണ്, അച്ഛാ അപ്പുറത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ആണ് തുറക്കുന്നത്, ഇന്നാണ് കടയുടെ ഉദ്ഘാടനം, നമ്മുടെ കടയുടെ തൊട്ടടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് വരുമ്പോൾ നമ്മുടെ കടയെ അത് ബാധിക്കുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ബാലൻ പറയാണ്, എന്ന് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മുടെ കട ഇവിടെ ഉള്ളത് കൊണ്ട് വേറെ ആരോടെങ്കിലും പോയി കട തുറക്കരുതെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. സൂപ്പർ മാർക്കറ്റോ എന്ത് വേണേലും വരട്ടെ, ഗോമതി സ്റ്റോറിനെ വർഷങ്ങളായിട്ട് അറിയാവുന്ന സ്ഥിരം കസ്റ്റമേഴ്സ് നമുക്കുണ്ടല്ലോ, ആളുകളുടെ വിശ്വാസവും നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്, നമുക്ക് അത് മതി, അവരവിടെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ബാലൻ ഒരുവിധം ഇങ്ങനെ സമാധാനിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ആ പുതിയ കടയൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ ബാലൻ ആ കടയിലേക്ക് പോവാണ് കേട്ടോ. കൂടെ ആകാശും ആനന്ദും പോകുന്നുണ്ട്. അങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന പുതിയ സൂപ്പർ മാർക്കറ്റിനെ നോക്കി കുറച്ച് ദൂരെയായിട്ട് ഇവർ മൂന്നുപേരും ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ കടയുടെ ഫ്രണ്ടിൽ അലോക് നിൽക്കുന്നത് കാണുകയാണ് കേട്ടോ. ഇത് അവനല്ലേ, അലോകല്ലേ, അവനെന്താ ഇവിടെ, ഇനിയിപ്പോ കട ഉദ്ഘാടനത്തിന് വന്നതായിരിക്കോ എന്നിങ്ങനെ ആകാശ് പറയുമ്പോൾ അകത്തുനിന്ന് പെട്ടെന്ന് അച്യുതനും ഇറങ്ങി വരികയാണ് കേട്ടോ. ഇയാളും ഉണ്ടോ ഉദ്ഘാടനത്തിന് എന്ന് ആലോചിച്ച് ഇവരിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഒരു വണ്ടിയിൽ അമ്മയും സുകന്യയും ധർമ്മനും എല്ലാവരും കൂടെ വന്ന് ഇറങ്ങുന്നത് കേട്ടോ. അത് കണ്ട് ഇവരിങ്ങനെ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. ബാലൻ നേരെ ആ കടയുടെ പേരും നോക്കുന്നുണ്ട്. ഇന്ദിര സ്റ്റോഴ്സ് എന്നാണ് കാണുന്നത്. അപ്പൊ അത് കണ്ടിട്ട് ആനന്ദും ആകാശും അച്ഛനോട് പറയാണ്, അച്ഛാ അച്ഛൻ ഇപ്പോഴും കാര്യം മനസ്സിലായില്ലേ, ഇത് ആ അച്യുതന്റെ കടയാണ്, നമ്മളെ തോൽപ്പിക്കാൻ, നമ്മുടെ കടയെ തോൽപ്പിക്കാൻ തൊട്ടടുത്ത് തന്നെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് അച്യുതൻ പണിതതാണ്, അയാളുടെ പണിയാ ഇതൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ബാലന്റെ ഫോൺ അടിക്കുന്നു. നോക്കുമ്പോൾ ഗോമതിയാണ്. അപ്പൊ എടുത്ത് സംസാരിക്കുമ്പോൾ ഗോമതി ഇങ്ങനെ പറയാണ്, ധർമ്മൻ ഇവിടെ വന്നിരുന്നു ബാലേട്ട, ധർമ്മന് വേണ്ടി അച്യുതേട്ടൻ പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട് അത്രേ, അതിന്റെ ഉദ്ഘാടനമാണ് ഇന്ന്, കട എവിടെയാണെന്നൊന്നും അവൻ പറഞ്ഞില്ല, ലൊക്കേഷൻ അയക്കാം, പറ്റിയ ചേച്ചി അങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ ഗോമതി ഇങ്ങനെ പറഞ്ഞിട്ട് ഫോൺ വെക്കുമ്പോൾ ബാലൻ ഇങ്ങനെ ഗോമതി പറഞ്ഞ കാര്യം, ഇവിടെ കട ഉദ്ഘാടനം നടക്കുന്ന കാര്യം, കടയുടെ പേരും എല്ലാം കൂടെ കൂട്ടി ആലോചിച്ച്
മക്കളോട് പറയാണ്, അല്ലടാ ഇത് ധർമ്മന്റെ കടയാ, എന്നോടുള്ള ധർമ്മന്റെ പ്രതികാരം അതാണ് ഈ കട എന്നൊക്കെ പറയുമ്പോൾ മാമന്റെ കടയോ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോമതി പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഇവരോട് പറയാണ്. എന്നിട്ട് ബാലൻ പതുക്കെ സങ്കടത്തോടു കൂടി നടന്നങ്ങോട്ട് പോവാണ്. അച്ഛ അച്ഛ എന്ന് പറഞ്ഞ് ഇവർ പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ എത്തി ബാലൻ ആകെ അപ്സെറ്റ് ആയിട്ട് ഇങ്ങനെ കരയുന്നത് പോലെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് ഗോമതി ചോദിക്കുകയാണ്, എന്ത് പറ്റി ബാലേട്ട, എന്താ വല്ലാതെ ഇരിക്കുന്നത്, എന്ത് പറ്റി, കട തുറന്നില്ലേ, ധർമ്മന്റെ കാര്യം ആലോചിച്ചിട്ടാണോ, അത് ഞാൻ പറഞ്ഞത് കൊണ്ടാണോ ബാലേട്ട പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഗോമതി ചോദിക്കുമ്പോൾ ആകാശും ആനന്ദും അകത്ത് കയറി വരികയാണ് കേട്ടോ. എന്നിട്ട് അവർ പറയാണ്, മാമൻ പുതിയ കട തുടങ്ങാൻ പോകുന്നു എന്നല്ലേ അമ്മയോട് പറഞ്ഞുള്ളൂ, അതെവിടെയാണെന്ന് അമ്മയോട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞില്ല, ലൊക്കേഷൻ അയക്കാന്നാ അവൻ പറഞ്ഞത് എന്ന് പറയാണ് ഗോമതി. അപ്പോൾ ആ കട എവിടെയാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു അമ്മേ, മാമന്റെ കട വെറും ഒരു കടയൊന്നും അല്ല, വലിയ സൂപ്പർ മാർക്കറ്റാ, അതെവിടെയാണെന്ന് അമ്മയ്ക്ക് അറിയോ, നമ്മുടെ ഗോമതി സ്റ്റോർ ഇരിക്കുന്ന അതേ റോഡിൽ ഒരു 4-5 കട അപ്പുറത്ത് എന്ന് പറയുമ്പോൾ ഗോമതി ഇങ്ങനെ ഞെട്ടുകയാണ് കേട്ടോ. 4-5 കട അപ്പുറത്ത് വലിയൊരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് പ്രശ്നമാവോ ബാലേട്ട എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ബാലൻ പറയാണ്, ഗോമതി വേറെ ഏതോ ഒരു സൂപ്പർ മാർക്കറ്റ് അവിടെ തുടങ്ങുന്നു എന്ന് അറിഞ്ഞപ്പോൾ അത് നമ്മുടെ കടയെ ബാധിക്കുമല്ലോ എന്ന് ഞാനും ആലോചിച്ചിരുന്നു. പക്ഷെ അത് ധർമ്മന്റെ പ്രതികാരമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അവനെ നമ്മളെ ഒന്ന് തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ അവന് നമ്മളോടുള്ള ദേഷ്യം അതവൻ ഇങ്ങനെയാണ് തീർത്തത് ഗോമതി. ധർമ്മന്റെ കടയാ ആ സൂപ്പർ മാർക്കറ്റ്, എന്നെ തോൽപ്പിച്ചു എന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും ധർമ്മൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ധർമ്മന്റെ കടയോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിശ്വസിക്കാൻ കഴിയാതെ ഗോമതി ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അതിനെക്കുറിച്ച് ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം അവിടെ കടയിൽ ധർമ്മൻ ദേഷ്യം പിടിച്ച് നേരെ അച്യുതനോട് പോയി ചോദിക്കുകയാണ്, എനിക്ക് അപ്പോഴേ തോന്നി അച്യുതേട്ടാ, കട എവിടെ ഇരിക്കുന്നതെന്ന് എത്ര ചോദിച്ചിട്ടും നിങ്ങൾ അത് എന്നോട് പറയാതിരുന്നപ്പോൾ തന്നെ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചതാ. ഞാൻ ഒരിക്കലും ഇതിന് കൂട്ട് നിൽക്കില്ല അച്യുതേട്ടാ, എനിക്ക് നന്മ വരാനൊന്നുമല്ല നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തത്, അളിയനോട് നിങ്ങൾക്ക് പ്രതികാരം ചെയ്യണമായിരുന്നു, അതിന് നിങ്ങൾ എന്നെ ഉപയോഗിക്കുകയായിരുന്നു അല്ലേ, നടക്കില്ല അച്യുതേട്ടാ, അളിയനോട് ഞാൻ ഒരിക്കലും ദ്രോഹം ചെയ്യില്ല, ഇതെന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. സുകന്യെ നീ എന്നോടൊപ്പം വരുന്നുണ്ടോ, ഇനിയും ഇവരെയൊക്കെ വിശ്വസിച്ച് ഈ കൃഷ്ണമംഗലത്ത് കഴിയാൻ ധർമ്മന് മനസ്സില്ല, അച്ചുവേട്ടന്റെ മനസ്സിലിരിപ്പ് ഒന്നും നടക്കാൻ പോകുന്നില്ല, എനിക്ക് നിങ്ങളുടെ കടയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് സുകന്യയുടെ കൈ പിടിച്ചുകൊണ്ട് ധർമ്മൻ നേരെ ദേവമംഗലത്തേക്ക് പോവാണ് സുകന്യയും വിളിച്ചുകൊണ്ട്. സുകന്യ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ, അയ്യോ ധർമ്മേട്ടാ ഞാനൊന്ന് പറയട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നും പറയണ്ട, എന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് പോവാണ് കേട്ടോ. നേരെ ദേവമംഗലത്ത് എത്തിയതിനു ശേഷം, അളിയ ചേച്ചി നിങ്ങൾ രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ച് മാപ്പ് പറയാണ്. അച്ചുവേട്ടൻ എന്നെ ഉപയോഗിച്ച് അളിയനോട് പ്രതികാരം ചെയ്യായിരുന്നു, എനിക്ക് വേണ്ടി കട തുറക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അറിയാതെ ഞാൻ അതിന് സമ്മതിച്ചു, പക്ഷെ അളിയനോടുള്ള ചതിയാണ് അതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് ആ കട വേണ്ട അളിയ, നിങ്ങളെ ഒന്ന് ചതിച്ച് എനിക്കൊരു ജീവിതം വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി വന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവരിങ്ങനെ ധർമ്മൻ നമ്മളെ ചതിച്ചതാണെന്ന് വീണ്ടും ധർമ്മനെ തെറ്റിദ്ധരിച്ചു പോയല്ലോ എന്നൊക്കെ ആലോചിച്ച് കുറ്റബോധം കൊണ്ട് ഇങ്ങനെ വല്ലാതെ നിൽക്കുകയാണ് ഗോമതിയും ബാലനും ആകാശും ആര്യനും ഒക്കെ. അപ്പോൾ ധർമ്മൻ പറയാണ്, അളിയനും ചേച്ചി എന്നോട് ക്ഷമിക്കണം, കടയിരിക്കുന്ന സ്ഥലം ഞാൻ ഇപ്പോഴാണ് കണ്ടത്, നേരത്തെ അറിഞ്ഞതായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിന് കൂട്ട് നിൽക്കില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ബാലൻ പറയാണ്, എടാ മോനെ, നിന്റെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോകുമ്പോൾ ഈ അളിയൻ അത് വേണ്ടാന്ന് പറയോ, നീ സന്തോഷമായിട്ട് പോയി കട തുറക്ക്, നിന്റെ കട നീ ഉദ്ഘാടനം ചെയ്യ്, എന്നിട്ട് ഭംഗിയായിട്ട് ആ കട നടത്ത്, ഗോമതി സ്റ്റോറിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, സംഭവിക്കുകയാണെങ്കിൽ തന്നെ അത് നമുക്ക് നോക്കാടാ, ഗോമതി സ്റ്റോറിനെയോ എന്നെയോ ഒക്കെ ആലോചിച്ച് നിനക്ക് കിട്ടുന്ന നല്ല ജീവിതം നീ കളയണ്ട, അച്യുതൻ നിനക്ക് വേണ്ടി കട തുടങ്ങിയതല്ലേ, നീ സന്തോഷമായിട്ട് തന്നെ ആ കട നടത്ത്, എനിക്ക് ഒരു പ്രശ്നവുമില്ല, നീ എന്നെ ആലോചിച്ച് ടെൻഷൻ ആവുമൊന്നും വേണ്ട, ലേറ്റ് ആവുന്നതിന് മുമ്പ് വേഗം പോ, കട തുറക്കാൻ നോക്ക്, അച്യുതൻ ഇല്ലാത്ത ഒരു ദിവസം നിന്റെ കടയിലേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ വരുന്നുണ്ട് നിന്റെ കടയൊക്കെ കാണാൻ, നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, പോയി കട തുറന്നു എന്നൊക്കെ ബാലൻ സന്തോഷത്തോടു കൂടി ധർമ്മനോട് പറയുകയും ധർമ്മന് ആകെ ഒരു സമാധാനം ആവുകയും ധർമ്മന്റെ കട ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബാലനും ധർമ്മനും തിരിച്ചൊന്നാവുകയാണെങ്കിൽ എങ്ങനെയിരിക്കും അത് നിങ്ങൾ പറയൂട്ടോ. താങ്ക് യു, ബൈ.